സ്കൂളൊക്കെ തുറക്കാനായാലും എന്ത് നമ്മൾ തോറ്റാലും നമ്മൾ പിന്നെയും പരിശ്രമിച്ചാൽ എന്തും നമ്മളെ കൊണ്ട് സാധിച്ചെടുക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്കൂളൊക്കെ തുറക്കാനായല്ലോ, അതുകൊണ്ട് ബുക്ക് പൊതിയാം ഗായ്സ് നമുക്കിന്ന്. അപ്പം നമ്മൾ ബുക്ക് നോട്ട്ബുക്സും ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചുള്ളത് ബഡാ ബസാറിനാണ് ഗായ്സ്. ഭയങ്കര സൂപ്പറാണ് ഗായ്സ് ബഡാ ബസാർ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഇതൊക്കെ ചെയ്യാം. എനിക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. നെയിം സ്ലിപ്പൊക്കെ ഉണ്ട് ഗായ്സ്, പക്ഷെ ഞാൻ ഇതൊന്നും യൂസ് ചെയ്യില്ല. ഈ നെയിം സ്ലിപ്പ് എനിക്ക് ഇഷ്ടമല്ല. ഇത് മറ്റേ സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബെൻടൻ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ അതൊക്കെയാണ്. അതൊന്നും ഞാൻ യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഉണ്ട് ഈ സാധാ സാധനമുണ്ട് എനിക്ക്, ഞാൻ അതാണ് യൂസ് ചെയ്യുക ഗൈസ്. ഞാൻ വലിയ കുട്ടിയാണ് ഗൈസ്, ഇപ്പോൾ ഞാൻ 7ാം ക്ലാസ്സിലെത്തി. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ നോട്ടാണ്, എല്ലാം വലിയ നോട്ടാണ്. സംഭവം ലാഭമാണ്, കാരണം ഭയങ്കര ഗായ്സ് ഇതിലെ നോട്ടിലെ ഈ ഒരു പേജൊക്കെ വരുന്നത് ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ളതാണ്. അതേപോലെ ഇത് കണ്ടോ ഗായ്സ്, അതേപോലെ ഇത് കണ്ടോ ഗായ്സ്, ഇത് ഭയങ്കര ഫ്ലോറൽ തീം സാധനമാണ്, ക്യൂട്ട്. അപ്പോൾ അതേപോലെ എനിക്ക് ആർട്ട് എഡ്യൂക്കേഷനും വർക്ക് എഡ്യൂക്കേഷനും PTക്കൊക്കെ വേണ്ടിയിട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പൊതിയാം. നമുക്ക് ഈ ഒരു സാധനം തുറക്കാം. ഈറ്റ സാധനങ്ങൾ തുറക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് അന്ന് അടച്ചിട്ട് ഇതിന് എത്ര രൂപയാണ് നോക്കില്ല, നമുക്ക് കിട്ടി. അപ്പോൾ ഗൈസ് നമുക്ക് തുറക്കാം. പിന്നെ അതൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഞാൻ അതിൻ്റെ ഇടയിൽ കുറേ കുടുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട്, ഒന്നും മൈൻഡ് ചെയ്യണ്ട കേട്ടോ ഗൈസ്. എന്ത് ചെയ്യാം, പൊതിയാം. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ ചേച്ചിൻ്റെ സഹായം തരാം. നമ്മുടെ ബുക്ക് പൊതിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ബുക്കാണ്. ഞാനിത് എൻ്റെ ഫേവറേറ്റ് വിഷയം സോഷ്യലാണ്. അപ്പോൾ ഞാൻ സോഷ്യലായിട്ടാണ് ഇത്. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നെയിം സ്ലിപ്പ് എല്ലാം എടുത്ത് ഒട്ടിക്കാൻ ഗൈസ്. ഞാൻ ഫസ്റ്റത്തെ ആ ഒരു ഇതിലേക്കാണ് കേട്ടോ ഒട്ടിക്കുന്നത്, ഫസ്റ്റത്തെ നോട്ടിലോട്ടേക്കാണ്. ഫസ്റ്റ് നോട്ട് ഏതാ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫേവറേറ്റ് നോട്ടായ സോഷ്യലാണ് ഗൈസ്. നമുക്ക് അപ്പം ഭയങ്കരമായിട്ട് നമ്മൾ ആഡംബരമായിട്ടൊന്നുമുള്ള സ്റ്റിക്കറല്ല, കാരണം എനിക്കിഷ്ടമല്ല ഗൈസ്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റത്തെ തന്നെ ഒട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്താ പറയുക, ഫസ്റ്റ് ഇത് നോട്ട് ഒട്ടിച്ചു. ഇനി ഇങ്ങനത്തെ എത്ര നോട്ടിക്കണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, നമുക്ക് എല്ലാ നോട്ടും കൂടെ പൊടുത്തിട്ട് കാണാം. ഇതൊക്കെ ഒരു 1.5 പണിയാണ് ഗായ്സ്. അപ്പം ഇനി ഞാൻ ഇതുവരെ ബുക്ക് പൊതിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ നമുക്കൊന്ന് പൊതിന് നോക്കാം ഗായ്സ്. എനിക്കൊന്നും അറിയൊന്നുമില്ല. എന്തായാലും നമ്മളിതാ ഫസ്റ്റ് തന്നെ ക്രാഫ്റ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ വെച്ചിട്ടുണ്ട്. എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്കെന്തായാലും നോക്കാം ഗായ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, പക്ഷെ എന്താണെന്നല്ല എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ എല്ലാം ചെയ്തതരല്ല എൻ്റെ ചേച്ചിയും അമ്മയും കൂടിയാണ് ഗായ്സ്. അങ്ങനെ ഇതാ ഞാൻ ആദ്യത്തെ ഭാഗം 2ാമത്തെ ഭാഗം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി സൈഡുകളെല്ലാം നമുക്ക് വൃത്തിയിലാക്കി വെക്കണം. ഫസ്റ്റ് സൈഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളവിടെ എന്തോ ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മളിങ്ങനെ മുറിക്കണം. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പായി വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ട്രയാങ്കിൾ ഷേപ്പായോ നോക്കാം. ട്രയാങ്കിൾ ഷേപ്പായി ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയും എനിക്ക് ചെയ്യണം എന്നുള്ളൊരിതുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റത്തെ മുകളിലത്തെ സൈഡ് നമ്മൾ താത്തി ആക്കി വെച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, ഞാൻ മുകളിലത്തെ സൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ചെയ്യണം. അതേപോലെ ഈ ഒരു സൈഡിന് താഴെയും ചെയ്യണം ഗൈസ്. ഇത് കുറച്ച് പണിയുള്ള പണിയാണ്, നമ്മളെന്തായാലും വിട്ട് കൊടുക്കാൻ പാടില്ല ഗൈസ്. എന്നെ കൊണ്ട് കഴിയൂല തന്നെയാണ് ഗൈസ് ഞാൻ പറയുന്നത്. കാരണം ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടാണ് ഗൈസ് ഇതിന്. അങ്ങനെ നമ്മളിങ്ങനെ കുറേ നേരം ഗൈസ്. അതേപോലെ തന്നെ ഒരു പൊതി പോവാണ് ഗൈസ്, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ വലിയ നോട്ടാണ് ഗൈസ് എനിക്ക് മൊത്തം വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ വലുത് അത്യാവശ്യം വലിയതാണ്. എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം ഇത് വലിയ ഇൻ്റർനാഷണൽ ഗെയിമൊന്നല്ല, എന്നാലും നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ, ആ ഒരു സംഭവം തന്നെ. അപ്പോൾ ഗൈസ് എനിക്ക് വേണ്ടി ചെയ്ത ആദ്യത്തെ നോട്ടാണ് ഗൈസ് ഇത്. ഭയങ്കര സന്തോഷം, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ബാക്കിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എനിക്ക് എന്തായാലും കഴിയില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ കുറച്ച് ഭാഗമൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്.
ആ ഒരു സങ്കടം എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഉഫ്, പറയണ്ട ഗായ്സ്, ഭയങ്കര സങ്കടമായിരുന്നു. എന്ന് വെച്ച് നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കരുത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യം പോലും ഫസ്റ്റ് ട്രയൽ നമുക്കത് പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെയും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ഇതിങ്ങനെ ചെയ്യുക നമ്മൾ, എന്നിട്ട് ഇതിങ്ങനെ ആക്കുക. ഓക്കെ, അങ്ങനെ മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ ഫസ്റ്റ് സൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്കങ്ങനെ സെക്കൻഡ് സൈഡും കൂടെ ചെയ്യാം. ഫസ്റ്റ് സൈഡ് ഞാൻ എങ്ങനെ ചെയ്താന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ സെക്കൻഡ് സൈഡും കൂടെ നോക്കുക. നമ്മൾ ഫസ്റ്റ് സൈഡ് ചെയ്തതല്ലേ. അപ്പോൾ ഞാൻ എന്തൊക്കെയൊക്കെയോ കറക്ഷൻ ചെയ്യുന്നുണ്ട്. കറക്ഷൻ ചെയ്താൽ മാത്രമേ എനിക്ക് ആ ഒരു ഇത് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. എന്താണെന്ന് അറിയില്ല, എന്താവും എന്ന് ആർക്കറിയാം ഗായ്സ്. എന്തായാലും ഞാൻ എൻ്റെ ആത്മവിശ്വാസം കൈവിടുന്നില്ല. അയ്യോ, ആ ഒരു ടൈമിൽ ഭയങ്കര ഒരു സന്തോഷമാണ് ഗൈസ് നമുക്ക്. ഞാൻ ഒരു സൈഡ് പൊതിഞ്ഞല്ലോ, പൊതിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഒരു സൈഡ് പൊതിഞ്ഞിട്ടുള്ളായിരുന്നു, അപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ രണ്ടാമത്തെ സൈഡും കൂടെ പൊതിഞ്ഞാൽ ഭയങ്കര അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഗൈസ്. അങ്ങനെ അതായത് ഫുൾ പൊതിഞ്ഞിട്ടുണ്ട്, നമ്മളങ്ങനെ ഫുൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചെയ്തു. നമ്മളൊരു കാര്യം ഫസ്റ്റ് അയച്ച് ചെയ്തിട്ട് തോറ്റുപോയാൽ നമ്മൾ ഒരിക്കലും പിന്മാറാൻ പാടില്ല. അത് നമ്മൾ പിന്നെയും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ആ ഒരു ചെയ്ത കാര്യത്തിൻ്റെ ബലം കിട്ടുക കേട്ടോ. നിങ്ങൾ ഒരിക്കലും പിന്മാറാൻ പാടില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എന്നെ തന്നെ പറയുകയാണ് ഗൈസ്. എനിക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് പോലും അറിയില്ല, പക്ഷേ ഞാനിതൊന്ന് പൊതിഞ്ഞെടുത്തു ഗൈസ്. അതാണ് ഇതിൻ്റെ ഒരു ഇത്, മനസ്സിലായല്ലോ. അപ്പം നമുക്ക് എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ വിട്ടു എനിക്ക് ബാക്കിയുള്ളത് ഇനി പൊതിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചേച്ചീനെ വിളിക്കാം. അപ്പോൾ നമുക്ക് ഫുള്ള് പൊതിഞ്ഞിട്ട് കാണാം. ഞാൻ കഴിഞ്ഞ് അതേപോലെ ഗൈസ്, നമ്മുടെ ബുക്ക് പോയിരുന്ന സ്ഥലത്തിൻ്റെ അവസ്ഥയാണിത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് മൊത്തം പൊതിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇതേപോലെ ഒരു ചുമൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചവിട്ടി ചളിയാക്കിയതാണ്, അധ്വാനിച്ച് ചവിട്ടി ചളിയാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എന്തായാലും ഇതൊക്കെ മൊത്തം പൊതിഞ്ഞിട്ട് കാണാം. എല്ലാ ബുക്കും പൊതിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഒരു ഓറഞ്ച് പൊതിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. വേറൊരു മണ്ണിൻ്റെ കളറാണ് ഇഷ്ടമല്ല, അത് എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ മാച്ചിങ് ഏകദേശം ഒക്കെ ആയിട്ടുള്ള ഒരു ബോർഡറൊക്കെ വെച്ചിട്ടുള്ളതാണ് നമ്മുടെ നെയിം സ്ലിപ്പ്. നമ്മൾ പിന്നെ മാച്ചിങ്ങിൻ്റെ ആളായതുകൊണ്ട് സീന. അങ്ങനെ ഗൈസ്, നമ്മളതെല്ലാം പൊതിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ബുക്സ് കാണിച്ചു തരാം. പകുതിയെല്ലാം നമ്മൾ പേരെഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആർട്ട് എഡ്യൂക്കേഷനും വർക്ക് എഡ്യൂക്കേഷനും PD ഒക്കെ ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പം, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഗൈസ്, നമ്മളതെല്ലാം പൊതിയിട്ടിട്ടുണ്ട്. അപ്പം ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.